അപ്പോൾ ഇത്തവണ ഒരു രണ്ട് വാചകത്തിൽ, അതായത് ഈ മലയോരത്തിൻ്റെ മറ്റൊരു ആശങ്കയാണല്ലോ വന്യജീവി ആക്രമണം, വനനിയമം, അതുപോലെ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമത്തിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ല എന്ന കേന്ദ്ര നിലപാട്, അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണോ? തീർച്ചയായിട്ടും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജോയ്സ് ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് MP ആയി വീണ്ടും ലോക്സഭയിലേക്ക് പോയാനായാൽ ഈ മലയോര ജനത, അത് ഇടുക്കി മാത്രമല്ല വയനാട് അടക്കമുള്ള മലയോര മേഖലയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനാണ്? അല്ല, പശ്ചിമഘട്ടത്തിലെ അല്ലെങ്കിൽ മലയോര മേഖലയിലെ വനാതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ വിഷയം ഗൗരവമുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സമയക്കുറവുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിനകത്ത് ആ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത് എങ്ങനെയാണ്? അതിനൊരു ശാസ്ത്രീയമായ സമീപനം ഉണ്ടാവണം, നിയമപരമായ പരിഹാരം ഉണ്ടാവണം. മറ്റൊന്ന്, ഇവിടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാനിപ്പോൾ അതിനകത്ത് സമഗ്രമായൊരു പദ്ധതിയാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇപ്പോൾ നമുക്കറിയാം വനം വകുപ്പിൻ്റെ പദ്ധതികളുണ്ട്, പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളുണ്ട്, മറ്റ് കിബി ഫണ്ട്, മറ്റ് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് വിവിധ വകുപ്പുകൾ നടത്തുന്ന പദ്ധതി. പക്ഷേ ഇത് തമ്മിലൊരു ഏകോപനം ഉണ്ടാകുന്നില്ല. അപ്പോൾ വനത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന വനാതിർത്തി മുഴുവൻ കൃത്യമായി ഫെൻസ് ചെയ്യുകയോ സംരക്ഷിക്കുകയോ ചെയ്തുകൊണ്ട് ഇത് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പദ്ധതികളെല്ലാം നമ്മൾ ഏകോപിപ്പിച്ച് ഒരു സമഗ്ര മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഒരു പദ്ധതി, അതിൻ്റെ മുഴുവൻ നേതൃത്വം പാർലമെൻറ്റ് അംഗങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കും. ഫണ്ടിൻ്റെ കുറവുണ്ടായാൽ CSR ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ കൊണ്ടുവരും, നബാർഡിൻ്റെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിക്കും. അതിനും ഇതിൻ്റെ ബ്രിഡ്ജിങ്ങിന് വേണ്ടി പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന MP ലാഡ്സിൻ്റെ ഏതാണ്ട് 30% ഏറ്റവും കുറഞ്ഞത് അതിനുവേണ്ടി മാറ്റിവെക്കും. എന്നിട്ട് ഇതിൻ്റെ ഏകോപനവും ഇതിൻ്റെ നടത്തിപ്പും ഇതിൻ്റെ പൂർണ്ണമായ ചുമതലയും അതിൻ്റെ നേതൃത്വപരമായി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ആകെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ ആകെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് കൃത്യമായി മോണിറ്റർ ചെയ്ത് ആ പദ്ധതി നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് സംസ്ഥാനത്തും രാജ്യത്തിനും മാതൃകയായ ഒരു മാതൃകാ പദ്ധതിയാക്കി നമ്മളതിനെ മാറ്റും. ഈ പദ്ധതി കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ്, എന്നെ അറിയാവുന്ന ഇടുക്കിക്കാർക്കറിയാം, ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എനിക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും അങ്ങേയറ്റം വരെ പോകുന്ന ആളാണെന്ന്. അതുകൊണ്ട് ആ പദ്ധതി ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഇടുക്കിക്കാർ അതിൽ ഏത് നിലപാട് വേണമെങ്കിലും സ്വീകരിക്കട്ടെ, പക്ഷേ കേട്ടു നിന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളത് വളരെ വ്യക്തതയോടെ അവതരിപ്പിക്കുന്നതിൽ, ഈ കാലത്തിൻ്റെ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി. വളരെ പേഴ്സണലി ഞാനത് പറയുകയാണ്. കാരണം അത് കാണുന്നതാണ്, കേരളം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ മലയോര മേഖലയുടെ ഒരു ആശങ്കയുണ്ടല്ലോ. നമ്മളൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുകയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയം ഇപ്പം നമുക്ക് അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം ചെയ്യുന്നത്, കാരണം ഈ വിഷയത്തെയൊക്കെ നമ്മളെന്താ ചെയ്യുക, ഒരാൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഇൻസ്റ്റൻറ്റ് സമരങ്ങളും പ്രതികരണങ്ങളും, അതിനുശേഷം അടുത്തയാൾ മരിക്കുന്നത് ഡീനെക്കുറിച്ച് മാത്രമാണ്, ഡീൻ്റെ ആ ഇൻസ്റ്റൻറ്റ് സമരത്തെക്കുറിച്ച് മാത്രമാണ് ജോയ്സ് പറയുന്നത്. അല്ല ശരത്, ഒരു ദിവസം സമരം തുടങ്ങി അടുത്ത ദിവസം സമരം അവസാനിപ്പിച്ചു, അനിശ്ചിതകാല സമരം. അതാണ് ആ സമരത്തെ സംബന്ധിച്ചുള്ള വിമർശനം അവിടെ നിൽക്കട്ടെ. ഞാൻ ആ സമരത്തെക്കുറിച്ചല്ല, പൊതുവേ നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ, ഞാൻ സ്വയം വിമർശനപരമായി പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സമീപനം അതാണ്. ഈ വിഷയത്തെ സമഗ്രതയിൽ സമീപിച്ചുകൊണ്ട് നിരന്തരമായി ഈ വിഷയ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം വ്യക്തിപരമായി എനിക്കുണ്ട് ഇടുക്കിക്കാരൻ എന്നുള്ള നിലയ്ക്ക്. അതിന് പരിഹാരം ഉണ്ടാക്കാനാണ് നിരന്തരമായി ഈ വിഷയത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമവും അതിന് വേണ്ടിയിട്ടുള്ള ഫോളോ അപ്പും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നത്. അത് ഒരു വാഗ്ദാനമല്ല, അത് എൻ്റെ കൂടി ആവശ്യമാണ്. ഇടുക്കിക്കാരൻ്റെ ഒരു മലയോര നിവാസിയുടെ ആവശ്യത്തിൽ നിന്നാണ് അത് പൂർണ്ണമായ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അല്ലാതെ അതിനകത്ത് അതൊരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വെക്കുന്ന ഒരു അജണ്ട മാത്രമല്ല, അതൊരു അനിവാര്യതയാണെന്നേ. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി എനിക്കിത് മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ആളുകൾ പതുക്കെ സ്ഥാനാർത്ഥി എത്തിയതറിഞ്ഞിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകാൻ, വോട്ട് ചോദിക്കാൻ, ആളുകളെ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകൾ, രാഷ്ട്രീയം താല്പര്യമുള്ളവരെന്താ പറയുന്നത്, എത്ര കിട്ടും, LDF എത്ര കിട്ടും, UDF എത്ര കിട്ടും എന്ന് ചോദിക്കുന്ന ഒരു കൾച്ചർ അറിയാമല്ലോ. അപ്പം പിന്നെ മണ്ഡലങ്ങളായി അപ്പോൾ സ്ഥിരമായി ഇങ്ങനെ UDF ബക്കറ്റിലേക്ക് അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് ഇടുക്കിയെ എഴുതി ചേർത്ത് വെക്കുന്ന ആശാന്മാരോട് ജോയ്സ് ജോർജ് എന്ത് മറുപടി പറയും? അല്ല, രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇടുക്കിയിലെ ജനങ്ങളെ, ഇടുക്കിയുടെ രാഷ്ട്രീയം, നമ്മളിപ്പോൾ പറയുന്ന പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്, നിങ്ങൾ ഉപയോഗിക്കുന്ന പദം, അത് വല്ലാണ്ട് മാറിയില്ലേ? മാറാൻ കാരണം എന്താ? കേരള കോൺഗ്രസ് മാണി വിഭാഗം കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ UDFനോടൊപ്പമായിരുന്നു. അവർ LDF വന്നു. അവർ LDF വന്നപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ 2021 നടന്നു. അതായത് 2016 നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമ്പോഴും ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിയമസഭാ ഇലക്ഷനിൽ നമ്മൾ ഏതാണ്ട് 10,36,000 വോട്ടിന് പുറകിലാണ് LDF. പക്ഷേ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി LDF വന്നിട്ട് നടക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ കൃത്യമായി പറഞ്ഞാൽ 39,800 വോട്ട് ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ LDFന് മേൽക്കൈയുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF വന്ന അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിലുണ്ടാക്കിയ മാറ്റമുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇടുക്കിയുടെ വിഷയങ്ങളോട് ആരാണ് ആത്മാർത്ഥമായി പ്രതികരിക്കുന്നത്? ഇപ്പം ഭൂപതിവ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞ എല്ലാ വിഷയവും പരിഹരിച്ചു, എല്ലാം തീർത്തു എന്നല്ല.
പക്ഷേ വിഷയങ്ങളോട് കൃത്യമായി സമീപനം ഉള്ളത് ആരാണ് ക്രിയാത്മകമായി ഇടപെടുന്നത്? വിഷയം പരിഹരിക്കാൻ മുന്നിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? LDF ആണ്. ആ പ്രസ്ഥാനത്തോടൊപ്പം കഴിഞ്ഞ 10 വർഷക്കാലമായി നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ അതിനൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരാൾ. എനിക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ഈ നാടിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. എനിക്ക് വേറെ ആരും പറഞ്ഞു തന്നത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ നേരനുഭവത്തിൻ്റെയും എൻ്റെ നേരറിവിൻ്റെയും ഭാഗമായി നിൽക്കുന്ന ഒന്നാണ്. എൻ്റെ ഭാഗമാണ് ഈ നാടിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാൾ ഈ നാടിൻ്റെ ജനപ്രതിനിധിയാകണമെന്ന് ഈ നാട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമായി, വ്യക്തിപരമായി, സ്ഥാനാർത്ഥി എന്ന നിലയിലൊക്കെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങൾ ഈ നല്ല വിവേകമുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല വിവേചന ബുദ്ധിയുണ്ട്. ആ വിവേചനാധികാരം അവർ ഉപയോഗിക്കപ്പെടുമ്പോൾ എനിക്കൊരു സംശയവുമില്ല, എൻ്റെ മനസ്സാണല്ലോ ഇടുക്കിയുടെ മനസ്സ്, ആ മനസ്സ് എന്നോടൊപ്പമായിരിക്കും. വക്കീല് ഇതുപോലെയാണ് കേസ് ജനങ്ങളുടെ മുമ്പിൽ വാദിക്കുന്നെങ്കിൽ വക്കീലിൻ്റെ കേസ് ജയിക്കാനൊരു നല്ല സാധ്യത കാണുന്നുണ്ട്. ആയിക്കോട്ടെ, ഓക്കെ, താങ്ക് യു. ഇടുക്കിയുടെ മണ്ണിൽ നിന്ന് ഇടുക്കിക്കാരനായി ഇടുക്കിയുടെ പ്രശ്നങ്ങൾ, ഒരു നാടിൻ്റെ പ്രശ്നം, അത് അവരുടെ പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, നന്ദി. പ്രചരണമൊക്കെ ഉഷാറായി മുന്നോട്ട് പോകട്ടെ. നന്ദി, താങ്ക് യു.